ഈ ഓണത്തിന് എല്ലാവരും തിയേറ്ററിൽ വരുന്നു. എല്ലാം പല പല ജോണറിലുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. ഫാമിലി നമ്മളൊക്കെ ഭയങ്കര ടച്ച് ചെയ്യുന്നു. വളരെ നല്ലതായിട്ടുണ്ട്. ഈ ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് എടുത്തത് എൻ പിള്ള സാറിന്റെ ഒരു കുത്തലോടുകൂടി എല്ലാവരും ഇറങ്ങി വരാണ്. തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും കരയുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചുമ്മാ അല്ലല്ലോ. സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു. ഈ ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് എടുത്തത് എൻ പിള്ള സാറിന്റെ. അപ്പൊ കറക്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് വിജയരാഘവന് കിട്ടിയെന്നില്ല. ആസിഫ് അലി അതുപോലെ അപർണ, എസ്പെഷ്യലി വിജയരാഘവൻ സാറൊക്കെ വളരെ ഗംഭീരമായ ക്യാരക്ടർ ആയിരിക്കുന്നത്. ഇവർ മൂന്നുപേരുമാണ് സിനിമയിൽ മികച്ച പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആകാശദൂതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കരച്ചിൽ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഇമോഷണൽ ആളൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് ആസിഫ് അലിനെ ഞാൻ ഭയങ്കര ഫാനായി പോയി. കാരണം ഈ മൂവി കണ്ടു കഴിഞ്ഞ് ശരിക്കും എല്ലാവരും തിയേറ്ററിലെല്ലാവരും കരയായിരുന്നു. എന്താ പറയാ, ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ട് ഇരിക്കണം എന്ന് ഒന്നും കൂടെ തോന്നുന്ന ഒരു പടം. വളരെ ഗംഭീരമായിട്ട് എല്ലാ ജനറേഷനും ആസ്വദിക്കാൻ പറ്റും. പണ്ടത്തെ ജനറേഷനും പറ്റും, ഇപ്പം ന്യൂ ജനറേഷനും പറ്റും. വളരെ നല്ലതായിട്ടുണ്ട്. ആൻഡ് അവസാനത്തൊരു സീനുണ്ട്, നമ്മള് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോ. വളരെ നല്ലതായിട്ടുണ്ടല്ലോ. ആസിഫ് അലി, വിജയരാഘവൻ, രഞ്ജിത്തിന് ഈ ഓണം സമർപ്പിക്കുന്നു. ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി, കാടിന്റെ ഭംഗി മുഴുവനും ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്. ഏറ്റവും ഹിറ്റാവുന്ന പടമായിരിക്കും കേട്ടോ. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. റിയലി സർപ്രൈസ് ആയിരുന്നു. പാട്ടില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ പാട്ട് വേണം എന്നുള്ള ആ ചിന്തയില്ലാതെ ഒരു പടം. അതേമാതിരി അപർണ അസലായിട്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ട്. ആസിഫ് അലി അങ്ങേരും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളെ വിജയരാഘവൻ അങ്ങേര് ആ ഒരു മിലിറ്ററി എന്നുള്ള അത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് തന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും. ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അടിപൊളി പടം. നമുക്ക് ഒരു കുത്തലോടുകൂടി എല്ലാവരും ഇറങ്ങി വരാണ്. അടിപൊളി മസ്റ്റ് വാച്ച്. തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിച്ച് തന്നെയാണ്. നല്ലൊരു പെർഫോമൻസ് ആണ്. കാരണം അവസാനമാകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ടെസ്റ്റ് ഇതില് ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും കിട്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി പടത്തിന്. കാണാൻ പറ്റുന്ന ഒരു സംസ്ഥാന അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആസിഫിക്ക് അതുപോലെ തന്നെ പുള്ളിക്ക് കിട്ടിയ റോള് വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപർണ ബാലമുരളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു ആ തന്മാത്ര ഫീലാണ് ഈ സിനിമ നമുക്ക് പറയുന്നത്. ആ ഒരു ജോണറിൽ പിന്നെ വന്നിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമയാണ്. ഇത് പക്ഷേ നിങ്ങൾ വേറൊരു സിനിമയിലും കാണാത്ത പോലത്തെ സീനുകളും നിങ്ങൾക്ക് ഒരിക്കലും അയ്യോ ഇത് അവരെ കണ്ടതല്ലേ എന്നുള്ള അതുണ്ടാവില്ല. എന്തായാലും സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് എടുത്തത് എൻ പിള്ള സാറിന്റെ. അപ്പൊ കറക്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് വിജയരാഘവന് കിട്ടിയെന്നില്ല. 100% വിജയരാഘവൻ തന്നെയാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള കഥാപാത്രം. കറക്റ്റ് വർക്ക്ഔട്ട് ഡയലോഗുകളല്ല, ശരിക്കും ആ പ്രായത്തിന് ഒരാൾ പറയുന്ന തർക്കുത്തരങ്ങളാണ് വന്നിട്ടുള്ളത്. കൺസേണിനെ പറ്റി പടത്തിന് പറയണാലും അഭിനയത്തിനെ പറ്റി പടത്തിന് പറയണാലും ഭയങ്കര ലൈഫ് ചേഞ്ചിങ് കൂടിയായിരിക്കും ആളുകൾക്ക് ഈ പടം. അതെ, ഇമോഷൻസ് കറക്റ്റായിട്ട് വർക്ക്ഔട്ട്. അത് ഓണം അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓണമായാലും ഏതായാലും പക്ഷെ കറക്റ്റ് ഇമോഷൻസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പടം വർക്ക്ഔട്ട് ആയിട്ട് വിശ്വസിക്കുന്നു. ഈ ആർക്കറിയാം സിനിമ ഇറങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, യവനികയ്ക്ക് ശേഷം മലയാളത്തിൽ ലക്ഷണമൊത്തുള്ള ആർക്കറിയാമായിരിക്കും. അതിനുശേഷം അതിനൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എപ്പോഴും സംഭവിക്കുക കുറെ നാൾ കഴിയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല എന്ന് പറയും എന്നുള്ളതായിരുന്നു എന്റെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നുള്ള ഒരു പേടി. സിനിമ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാം. പക്ഷെ ഞാൻ ഇന്നത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു തിയേറ്ററിൽ വന്ന് ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിട്ട് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ സാധാരണ പറയുന്ന ആ ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് വരില്ല. ഇത് തിയേറ്ററിൽ തന്നെ ഓടുന്നു, തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ കാണുന്ന ഒരു തിയേറ്റർ ഹിറ്റായി മാറുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ ഷോ കഴിഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് തന്നെയാണോ തുടക്കത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഈ നിൽക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ച അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഇതിന്റെ ഹീറോ ഫ്രം ദ ബിഗിനിങ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മാക്സിമം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. തിയേറ്ററിൽ പ്രേക്ഷകരോടൊക്കെ
സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മനെപ്പിള്ള ചെയ്തുള്ള തീരുമാനിച്ചതാണ് ഇനി ചെയ്ത സിനിമ തിയേറ്ററിൽ ഓടണം എന്നുള്ളത്. ഹാപ്പിയാണ്, എന്താ പറയണമെന്ന് അറിയില്ല. നല്ല ഹാപ്പിയാണ്. പ്രേക്ഷകരെ കണ്ടപ്പോ എല്ലാവരും ഭയങ്കര കരച്ചിലും എത്തിക്കണമെന്ന് കെട്ടിപ്പിടിക്കുന്നു. എങ്ങനെയുണ്ട് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്തരത്തിലൊരു സിനിമയ്ക്ക് ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ മുതൽ കയ്യടിയും വിസിലടിയും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണലി തിയേറ്ററിൽ കാണുന്നത്. ആളുകൾക്ക് അത് അവസാനം അതിന്റെ സത്യം അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അടിപൊളിയാണ്. യെസ്, ഒത്തിരി ആഗ്രഹിച്ചൊരു സിനിമയാണിത്. നന്നായിട്ട് വരണം എന്നുണ്ടായിരുന്നു. അതിന് കക്ഷി അമ്മിണിപ്പിള്ള ഇതുപോലെ തന്നെയായിരുന്നു വിജിത്തിനൊപ്പം ചെയ്തപ്പോൾ. തിയേറ്ററിൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയും പിന്നീട് അത് ചർച്ചയാവുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരണം. ബാഹുലിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. ഇത് പറഞ്ഞപ്പോ മുതൽ ഈ സിനിമയ്ക്ക് ഒരു പുതുമയുണ്ടായിരുന്നു. മേ ബി ഒരു കമ്പയർ ചെയ്യാൻ എനിക്ക് അറിയില്ല, എന്നാലും നമ്മൾ ദൃശ്യമൊക്കെ കാണാൻ പോയ ഒരു ഫീൽ, ഒരു ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു. ആ സിനിമയ്ക്ക് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നു. ആ ക്യൂരിയോസിറ്റി അവസാനം വരെ നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചു, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഈ സ്പാനിഷ് കൊറിയൻ പടമൊക്കെ നെറ്റ്ഫ്ലിക്സിലാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ട്രൂലി ഇന്റർനാഷണൽ പൊടിച്ചടിച്ചു. അതെ അതെ, കുട്ടേട്ടനെ എനിക്ക് ഈ സിനിമയില് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത ഒരു ക്യാരക്ടർ ഓർമ്മ വരുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി വേറൊരു ഇതുവരെ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിനെ നമുക്ക് എത്രയോ വർഷമായിട്ട് എത്രയോ അപ്പൂപ്പൻ റോൾസും അച്ഛൻ റോൾസും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആ ജനറേഷനിൽ വന്ന് ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ കുട്ടേട്ടനാണ്. എനിക്ക് ഭയങ്കര, ഞാൻ കുട്ടേട്ടനെ കാണാൻ പുതിയ ഫൈനൽ ഹക്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഹക്കിൽ നമ്മൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ സിനിമയ്ക്ക് ഇപ്പൊ നിങ്ങൾ അഭിപ്രായം പറയുന്നൊന്നും ഇതിന്റെ ഇമോഷണൽ സീൻസ് എല്ലാം ഓൾമോസ്റ്റ് ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു കുട്ടിയുള്ള ഒരു അച്ഛനുള്ള ആർക്കും ഈ സിനിമ സമാധാനത്തോടെ അഭിനയിക്കാനും കാണാനും പറ്റില്ല. അപ്പൊ ഹാപ്പി ആണോ?